യാത്രയെ സ്നേഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കളും ഏതാ കിടന്ന് ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. ചോദിച്ചിട്ടാണെങ്കിൽ പ്രസംഗം പറഞ്ഞ് ഉറങ്ങി. കഥകളെല്ലാം തീർന്നു തോന്നുന്നു. രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഏതാണ്ട് 250 കിലോമീറ്ററോളം ഇങ്ങനെ മരുഭൂമിയിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. ഒന്നും കാണാതെ കുറേ പശുവും കുതിരയും ഓട്ടകവും ഒക്കെ അവിടെ നിൽക്കുന്നത് കാണാം. എന്ന് വിളിച്ചാൽ ഇവിടെ ഒന്നും കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് ലോറികൾ പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് റഷ്യയിലേക്ക് പോകുന്ന ലോറികളായിരിക്കാം എന്ന് വെച്ചാൽ ബാക്കി ഒന്നുമില്ല. കാണാനുമില്ല, കേൾക്കാനുമില്ല, മിണ്ടാനുമില്ല, പറയാനുമില്ല, തിന്നാനുമില്ല, കുടിക്കാനുമില്ല. ഒരു ബ്രേക്ക് പോലും കാണുന്നില്ല. ഇങ്ങനെയുള്ള വഴിയാണ് ഇന്ന്. 250 കിലോമീറ്ററോളം ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തോടെയുള്ള യാത്രയാണ് ഇന്ന്. നോക്കിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അടുത്തത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഇനി കാണാവോ വേറെ കാണാവോ? കുഴപ്പമില്ല. ചെറിയ വില്ല ചെറിയ ടൗണെത്തില്ല. അങ്ങനെ ടൗണെത്തി, ചെറിയ ടൗണെത്തി. സ്ലോ ചെയ്തേ ഇവിടുത്തെ നിർത്തിക്കുന്നു. അസ്ട്രഖാനിൽ നിന്ന് ഞങ്ങൾ പോകുന്ന വഴിയാണ്. ഖസാക്കിസ്ഥാനിലേക്ക് പോകുന്ന ഈ റൂട്ടിൽ കാണുന്ന ചില ദൃശ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെയും വലതുവശത്ത് ഇഷ്ടംപോലെ ഗുഡ്സ് ട്രെയിനുകൾ ഇങ്ങനെ അടുങ്ങി കിടപ്പുണ്ട്. ഇവിടെ നല്ല വഴികളൊക്കെ കുഴപ്പമൊന്നുമില്ല. അസ്ട്രഖാൻ ടൗൺ സിറ്റിയോട് ചേർന്നുള്ള വഴികളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ബാക്കി ഇച്ചിരിയൊക്കെ മോശമായിരുന്നു. എന്നാലും മെയിൻ റോഡൊന്നും കുഴപ്പമില്ല, ഹൈവേകളൊന്നും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. ചെറിയ ഇടവഴികൾ മാത്രമൊക്കെ ഉള്ളൂ ഇച്ചിരി മോശം. ഇവിടെയോ റോഡിൻ്റെ ഇരുവശങ്ങളിലും നല്ല റെയിൽവേ ട്രാക്കാണ്. വലിയ അവിടെയും കുറേ ലൈനിലായിട്ട് ട്രെയിൻ കിടപ്പുണ്ട്. വലതുവശത്തും കിടപ്പുണ്ട്. ആലപ്പുഴ പുഞ്ചപ്പാടം പോലെ ഇത് കിടക്കണു. ഈ പാടത്തെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. പാടമല്ല, പക്ഷേ എന്തോ ഇവിടെ ചെറിയൊരു റിവറുണ്ട്. അപ്പോൾ ആ റിവറിൽ നിന്ന് ഓവർഫ്ലോ ആയതാണെന്ന് അറിയത്തില്ല. പക്ഷെ മഴക്കാലമൊന്നും അല്ല, എങ്കിലും വെള്ളം കയറി കിടക്കുന്നു പറമ്പിലെല്ലാം. എല്ലാം ആ ഫീൽഡാണ്. ഫീൽഡിൽ മുഴുവൻ വെള്ളം കയറി കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അറിയില്ല. ഒരു റൗണ്ട് ഔട്ട് നമുക്ക് കാണാതെ ഇതുപോലെയുള്ള വെള്ളം കയറി ആണത്. ഇവിടെ എല്ലാം ഇവിടെ എല്ലാം വെള്ളം കിടക്കുവാണ്. ഫുൾ ഫീൽഡ് വെള്ളം കയറി കിടക്കുക. ചതുപ്പാണെന്നറിയാം, ചതുപ്പ് സ്ഥലം പോലെയാണ്. രണ്ട് സൈഡിൽ റോഡിൻ്റെ ഇരുവശങ്ങളും. ആലപ്പുഴയിൽ കൂടെ യാത്ര ചെയ്യുന്നവർ തോന്നുന്നു. ഇതൊരു ടോൾ ഓഫീസാണ്. ഇവിടെ നമ്മൾ ടോൾ കൊടുത്ത് പോവുകയാണ്. ഇവിടെ ഒരു തടിപ്പാലം പോലെ. എന്ത് റിവർ ഞാൻ പറഞ്ഞ റിസാൻ എന്നല്ല പറഞ്ഞത്, ബുസാൻ റിവർ ആണ് ശരിക്കും ഇത്. അല്ല റജി, ഞാൻ ബുസാൻ എന്നല്ല പറഞ്ഞേ. BUZAN ബുസാൻ റിവർ ക്രോസ് ചെയ്യുന്നതാണ്. തടി അല്ലെങ്കിൽ ഇരുമ്പാണ്. ഇല്ല, ഇരുമ്പല്ലത്. ഇതൊരു ഇരുമ്പ് പാലമാണ്. തൂക്കുപാലത്തൊക്കെ അതിൽ ആടുന്നുണ്ട്. വള്ളത്തിന് മുകളിലല്ല കെട്ടിയാണ്. മറ്റേ ചെരുപ്പ് പാലം വള്ളത്തിന് മുകളിൽ കെട്ടിച്ച് വന്നു. ചോദിച്ചാൽ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ധ്യാനത്തിൽ ഇരിക്കും കേട്ടോ. ഒരു ഒച്ചൻ പാടി കേൾക്കുന്നുണ്ട്. അത് നമ്മളെ പോണേ കവച്ച് പോണോ അതെയോ? അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. പോണ്ട് കവച്ച് പോകണ്ട.
ബുസാൻ റിവർ ക്രോസ് ചെയ്യുന്ന സീനാണ് ഈ കാണുന്നത്. ചെറിയ വണ്ടി പോകുള്ളൂ, വലിയ വണ്ടികളൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു. വേണ്ട, പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അത് തമ്മിൽ കൂട്ടിമുട്ടുന്ന വച്ചേക്കുന്നത്. ഇരുമ്പ് തൂക്കുപാലം. ഇതൊരു നല്ലൊരു അനുഭവം അല്ലേ? ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പാലം കാണുന്നത്. കാരണം നമ്മൾ തൂക്കുപാലം കണ്ടിട്ടുണ്ട്. ചേട്ടൻ എങ്ങോട്ടാ വരുന്നേ? മാറി പോ. ആ ചേച്ചിയാ, ചേച്ചി. ഇത് പക്ഷെ എനിക്കാണോ ഇത് തന്നെ മുകളിൽ പൊങ്ങായിരിക്കട്ടെ, വെള്ളത്തിന് ലെവൽ കൂടുന്നതനുസരിച്ച്. നിങ്ങൾ വള്ളത്തിന് മുകളിൽ കെട്ടിച്ചെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ചേട്ടന്മാർ കണ്ട പണിയുന്നുണ്ട്. അപ്പം ചോദിച്ചേട്ടൻ പറഞ്ഞാൽ ശരിയായിരിക്കും കേട്ടോ. നമ്മളതിനെ ആൾക്കാരത് നടന്നു പോകാനായിട്ട് നടപ്പാതെ സൈഡിലുണ്ട്. അപ്പം അവിടെ ബോട്ട് കിടക്കും. അപ്പം ഈ ബോട്ടെങ്ങനെ ക്രോസ് ചെയ്യുന്ന വഴിയുണ്ടോ ചോദിച്ചേട്ടാ? നിങ്ങൾക്ക് അറിയാമോ അതിനെപ്പറ്റി? ആ ബോട്ട് ഇപ്പുറത്തേക്ക് വരാനായിട്ട് ഈ തൂക്കാൻ പൊക്കുമോ? അത് മുറിക്കുമോ? അത് വെട്ടിമുറിക്കുമോ? എന്നെ പരിപാടി? അവരിങ്ങോട്ട് വരത്തില്ല. ആ അങ്ങനെ. ഈ ബോട്ട് ഇവിടെ കിടന്നാൽ മതി. ആ ബോട്ട് അവിടെ കിടന്നാൽ മതി. ഇനി ചിലപ്പോൾ ഇത് അടിക്കൂടെ മറ്റേ മുങ്ങാങ്കുഴിയിട്ട് പോവോ ചേട്ടാ? ആ ബോട്ട് മുങ്ങാങ്കുഴിയിട്ട് അടിക്കൂടെ പോവോ? ചേട്ടൻ പറഞ്ഞത് തെറ്റാ? എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാറുണ്ടോ? ഇച്ചിരി ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചോ. എന്തോ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ആണോ ടോളാണോ എന്നറിയത്തില്ല. കസാക്കിസ്ഥാൻ, റഷ്യയിൽ നിന്ന് കസാക്കിസ്ഥാനിലേക്കാണ് ഞങ്ങൾ ഒപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെക്ക് പോസ്റ്റ് ആണോ അതെയോ ടോളാണോ നമ്മളൊന്നും വായിച്ചാലൊന്നും മനസ്സിലാവുന്നുമില്ല. പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടുമില്ല. അവിടെ ഇൻഷുറൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് പോസ്റ്റ് ആവശ്യം ഇൻഷുറൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണോ? അപ്പോൾ ഇത് ബോർഡർ ആകാനേ വഴിയുള്ളൂ. ഇത് ബോർഡറാന്നേ, അതുകൊണ്ട് അതേ ഇൻഷുറൻസിൻ്റെ ഒരു ഓഫീസറാണ്. ഇതാണ് റഷ്യയിൽ നിന്ന് കസാക്കിസ്ഥാനിലേക്ക് പോകുമ്പോഴുള്ള റഷ്യയുടെ എക്സിറ്റ് ബോർഡറാണ്. അപ്പോൾ തൊട്ടപ്പുറം മിക്കവാറും കസാക്കിസ്ഥാൻ്റെയും ബോർഡർ ഓഫീസ് കാണാം. എന്നിവ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നൂടെ. ക്യാമറ ഓഫ് ചെയ്യുകയാണ്. അതർവൈസ് ഇറ്റ്സ് നോട്ട് ഗുഡ്. താങ്ക് യു. ഞങ്ങളങ്ങനെ കസാക്കിസ്ഥാൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ടിങ്ങ് പോകുന്ന കുറച്ച് ഏതാണ്ട് 1 മണിക്കൂറോളം പ്രൊസീജിയർ ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ ഡ്രൈവർ വണ്ടിയായിട്ട് പോകണമായിരുന്നു. ഞങ്ങൾ 3 പാസഞ്ചേഴ്സും പുറത്തിറങ്ങി അതിൻ്റെ ഇമിഗ്രേഷൻ ഓഫീസ് വഴി ചെക്ക് ഔട്ട് ചെയ്താണ്. ഡീറ്റെയിൽസൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ ഞങ്ങളെ 3 പേരെയും സ്പെഷ്യൽ ഒരു ഓഫീസറുടെ അടുത്ത് കൊണ്ടുപോയി. എന്തിനാണെന്നറിയില്ല. സാധാരണ എല്ലാവരും ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് അവിടെ ചെക്ക് ചെയ്ത് പാസ്പോർട്ട് സ്റ്റാമ്പ് അടിച്ച് സാധാരണ എക്സിറ്റ് അടുപ്പിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ ഞങ്ങളെ 3 പേരെയും മുകളിലെ സ്പെഷ്യൽ ഓഫീസറുടെ അടുത്ത് കൊണ്ടുപോയി. പുള്ളി കുറേ പാസ്പോർട്ടെല്ലാം A to Z ചെക്ക് ചെയ്തു. അതിനുശേഷം ഞങ്ങളോട് പൊക്കളാൻ പറഞ്ഞു. എനിവേ ഞങ്ങളിപ്പോൾ കസാക്കിസ്ഥാനിൽ ആണ്. കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ സത്യം മധ്യ ഏഷ്യയിലെ ഒരു രാജ്യമാണ്. ഇത് നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗം തന്നെയായിരുന്നു. അവിടുന്ന് 1991 ഈ രാജ്യം ശരിക്കും സ്വാതന്ത്ര്യം നേടിയത്. 1991. അതോടെ തന്നെ നമ്മുടെ കസാക്കിസ്ഥാൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അസ്താന ആണ്. ഇവരുടെ കറൻസി എന്ന് പറയുന്നത് ടെങ്കയാണ് കൂടുതലും മീൻസ് കറൻസി ആയിട്ട് ഇവർ ഒഫീഷ്യലി ഉപയോഗിക്കുന്നത്. അതുപോലെ ലാംഗ്വേജ് ആണെങ്കിലും 2 ലാംഗ്വേജ് ഉണ്ട്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കസാക്ക്. സംസാര ഭാഷയായിട്ട് അവർ യൂസ് ചെയ്യുന്നത് റഷ്യൻ ലാംഗ്വേജ് തന്നെയാണ് സംസാര ഭാഷയായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഡെവലപ്പ് ആയോ എന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ടിടത്തോളം വെച്ച് അത്ര അങ്ങോട്ട് ഡെവലപ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം വളരെ ഒരു പാവപ്പെട്ട രാജ്യം പോലെയാണ് മറ്റു സ്ഥലങ്ങളെ കാണുന്നത്. ഇനിയിപ്പോൾ ടൗണിലേക്കൊക്കെ ചെല്ലുമ്പോൾ അറിയാം എന്നുള്ളത്. ഓക്കെ താങ്ക് യു. ഒരു പാവപ്പെട്ട രാജ്യത്തിൻ്റെ അവസ്ഥ പോലെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ ഓഫീസുകളും ചെറിയ ഷെഡുകളും അല്ലെങ്കിൽ എന്തൊക്കെയാ എല്ലാ ഓരോ ഓഫീസുകളാണ്. ഇൻഷുറൻസ് ഓഫീസ്, ടാക്സ് ഓഫീസ്, കസ്റ്റംസ് ഓഫീസ്, അല്ലെങ്കിൽ അത് ഇത് അങ്ങനെയുള്ള ചെറിയ ചെറിയ തരികിട ഓഫീസുകളാണിത്. ഇതിനകത്തുള്ള ഏജൻറ്റുമാരാണ്, മുഴുവൻ ബ്രോക്കേഴ്സാണ്. കസാക്കിസ്ഥാനിലെ ടാക്സിയിൽ ഒരു ചെറിയ യാത്ര ടൗൺ സെൻറ്റർ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെന്ന് അറിഞ്ഞുകൊണ്ട് കസാക്കിസ്ഥാനിലെ ഡ്രൈവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഹിന്ദി പാട്ട് ഇട്ടതാണ് യൂട്യൂബിൽ, വൈവ. അപ്പോൾ ആ ഹിന്ദി പാട്ടിൻ്റെ പാട്ട് കേട്ട് ഞങ്ങൾ ആ വൈബിൽ ഇങ്ങനെ പോകും. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റൈല്. ഈ സ്റ്റൈലും വെച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. അതുകൊണ്ട് മാത്രമാണ് വണ്ടി പാർക്ക് ചെയ്തേക്കണേ.